അസ്സലാമലൈക്കും. ഞങ്ങൾ 5 മണിക്ക് ഇവിടെ എത്തി. ഇവിടുത്തെ തിരക്ക് കണ്ടില്ലേ? കണ്ണാശുപത്രിയുള്ള തിരക്ക് കണ്ടോ? എവിടെയാണ് ക്യൂ കിടക്കണം നോക്ക്. ജനങ്ങളുടെ തിരക്കാണ് ഇവിടെ. ഇതെല്ലാം ഡോക്ടറെ കാണാൻ വന്നത്. ഇനി അപ്പുറത്ത് പുതിയ ഒ പി അപ്പുറത്താണ് കേട്ടോ. ഇത് പഴയ ഒ പിയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കണ്ണാശുപത്രി. ഇവിടെ ഞങ്ങൾ വരാൻ തുടങ്ങിയിട്ട് 16 വർഷമായി. 16 വർഷത്തിന് മേലെയായി ഇവിടെ ഡോക്ടർമാരെ കാണാൻ തുടങ്ങി. അത് 6 മാസം ഒരു കൊല്ലമൊക്കെ ആകുമ്പോൾ പുതിയ ഡോക്ടർമാർ വരും. ഇതെല്ലാം അപ്പുറത്ത് ചെറിയ ആശുപത്രിയിൽ നിന്ന് ഇപ്പുറത്തേക്ക് സഫർ ചെയ്യണതാണ്. കണ്ണിന് പ്രശ്നമുള്ളവരത് ഇങ്ങോട്ട് വലിയ ആശുപത്രിക്ക് മാറ്റി കൊടുക്കും. ഇനി ഇതിൻ്റെ അപ്പുറത്ത് ചെറുതുണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല. 5 മണിക്ക് ഇവിടെ എത്തി. 6 മണിക്ക് ടോക്കൺ കിട്ടി. ഇനി 8 മണിക്ക് അകത്ത് കയറ്റുള്ളൂ. ഇനി കുറേ ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ട്, ഗേറ്റിന് പുറത്ത്. നമ്മളെ കേരളത്തിലുള്ള കണ്ണിൻ്റെ മനുഷ്യന്മാരുടെ കണ്ണുകൾക്ക് എത്രത്തോളം അസുഖമുണ്ടെന്ന് ഇവിടെ വന്നാലറിയാം. ഇനി അപ്പുറത്ത് ഇതിനേക്കാളും വലിയ ക്യൂ ആണ്, ഒരുപാട് വലിയ ക്യൂ. സ്കാനിങ് റിപ്പോർട്ടും എക്സ്റേയും അങ്ങനെ പല ഇതായിട്ട് വന്ന് നിൽക്കുന്ന ആൾ ഓപ്പറേഷനുകളുണ്ടാവും, വേറെയുള്ളതുണ്ടാവും. അപ്പുറത്ത് ഇങ്ങോട്ട് റെഫർ ചെയ്യും. അപ്പോൾ കണ്ടല്ലോ നമ്മൾ. ഇവിടെ ബുധനാഴ്ചയാണ്. ഓരോരുത്തർക്കും ഓരോ ദിവസമാണ് ഒ പി. അതേമാതിരി ഓരോ ദിവസം ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളെല്ലാം അങ്ങനെ ഒ പി ഉണ്ട്. പൈസയൊന്നുമില്ല, നമുക്ക് വരാം, ഡോക്ടറെ കാണാം, മരുന്ന് കിട്ടും, വാങ്ങിക്കാം. ചിലപ്പോൾ മരുന്നുണ്ടാവില്ല, ചിലപ്പോൾ പുറത്തൊക്കെ എഴുതും, അത് നമ്മൾ വാങ്ങിക്കേണ്ടി വരും. കണ്ണിൻ്റെ ഞരമ്പ്, തലയിൽ നിന്നുള്ള കണ്ണിലേക്കുള്ള ഞരമ്പ് ക്ലോട്ടായതൊക്കെ ഇഞ്ചക്ഷൻ വയ്ക്കുന്നുണ്ട് ഇവിടെ. ഒരു ഇഞ്ചക്ഷനത്തിന് ഞങ്ങളന്ന് 21,000 രൂപ കിട്ടി, ഒരു 8 കൊല്ലം മുമ്പേ. ഇപ്പോൾ ചിലപ്പോൾ 30,000 35,000 ആയിട്ടുണ്ടാവും. പിന്നെ കണ്ണിൽ റൈഷർ അടിക്കുക എന്ന് പറയും, അത് അടിച്ചാലും അന്ന് 1,600 റുപ്യാണ്. അതൊരു 6 വർഷം മുമ്പേ. ഇപ്പോൾ അതും ചിലപ്പോൾ 3,000 4,000 ഒക്കെ ആയി കാണും. പിന്നെ മഞ്ഞ കാർഡ് ഉണ്ടെങ്കിൽ കുറച്ച് കുറവ് കിട്ടും. പക്ഷേ മഞ്ഞ കാർഡിനും ഇഞ്ചക്ഷനത്തിനൊന്നും ഒരിളവുമില്ല. ഈ റൈഷർ അടിക്കുന്നത് ചിലപ്പോൾ 3,000 ഉണ്ടെങ്കിൽ പകുതി 1,500 അടിച്ചാൽ മതിയാവും. ഇഞ്ചക്ഷൻ വെക്കണ മരുന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കൊടുന്ന് കൊടുക്കുകയാണ്. അതുകൊണ്ട് അതിലൊരളവും നമുക്കുണ്ടാവില്ല. അതാ ടോക്കൺ കൊടുക്കുന്നുണ്ട് അവിടെ. ഒരു സെക്യൂരിറ്റി ഗാർഡ് നിന്ന് ടോക്കൺ കൊടുക്കണമെന്നാണ് കാണുന്നത്. അവർ നോക്കിയിട്ട് പറയും ഏത് ഡോക്ടറെ അടുത്തേക്കാണ് പോകേണ്ടത്, എത്ര റൂമിലാണ്. ഓരോ റൂമിന് ഓരോ നമ്പറാണ്. ആ നമ്പർ പറഞ്ഞു കൊടുക്കുമല്ലോ. 5, 8, 105, 110, 111 അങ്ങനെയൊക്കെ പോകണമെന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഞാൻ നിർത്തട്ടെ മക്കളെ. അസ്സലാമു അലൈക്കും.